നടൻ മണിയൻപിള്ള രാജുവിൻ്റെ വാഹനം ബൈക്കിലിടിച്ച സംഭവമാണ്. മണിയൻപിള്ള രാജുവിൻ്റെ വാഹനമിടിച്ച് യുവാക്കൾക്ക് പരിക്ക് പറ്റിയ സംഭവത്തിൽ മ്യൂസിയം പോലീസിന് വീഴ്ച പറ്റിയെന്ന ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ DCP വിനോദ് കുമാറിനെ ചുമതലപ്പെടുത്തി വിശദമായ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് വ്യക്തമാക്കിയത്. അപകട സമയം മണിയൻപിള്ള രാജു മദ്യപിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്ന രക്തത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരാൻ വൈകുമെന്നാണ്, അതായത് ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഇവിടെ തിരുവനന്തപുരത്ത് മണിയൻപിള്ള രാജുവിൻ്റെ വാഹനം അപകടത്തിൽപ്പെടുന്നത് വ്യാഴാഴ്ച അർദ്ധരാത്രിയിലാണ്. പക്ഷെ അവിടെ പോലീസിന് ഗുരുതരമായിട്ടുള്ള വീഴ്ച പറ്റിയെന്ന ആരോപണമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മണിയൻപിള്ള രാജുവിൻ്റെ വാഹനം രാത്രിയിൽ തന്നെ കണ്ടെത്തിയില്ല, പരിശോധനകൾ നടത്തിയില്ല, CCTVകൾ പരിശോധിച്ചില്ല. അവിടെ പോലീസ് മണിയൻപിള്ള രാജുവിനെ സംരക്ഷിക്കാൻ നീക്കം നടത്തിയെന്നാണ് ആരോപണം നിലനിൽക്കുന്നത്. പക്ഷേ SHO ഇതെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. എന്തൊക്കെയാണ് DCPയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നത്? എന്തായാലും SHOയുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാകുക. തുടക്കം മുതൽ മണിയൻപിള്ള രാജുവിനെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചെന്നാണ് ആക്ഷേപമുള്ളത്. രാത്രി വീട്ടിലെത്തിയ പോലീസ് മണിയൻപിള്ള രാജു അവിടെ ഇല്ലെന്ന് പറഞ്ഞു മടങ്ങുന്നു. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. പോലീസ് ആസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രധാന റോഡിലെ CCTV പരിശോധിച്ച് രാത്രി തന്നെ കാർ കസ്റ്റഡിയിലെടുത്തില്ല. മണിയൻപിള്ള രാജുവിനെ കസ്റ്റഡിയിലെടുക്കാൻ വൈകിയത് മൂലം വൈദ്യപരിശോധന സമയത്ത് നടന്നില്ല. കഴിഞ്ഞ ദിവസവും, അതായത് ഇന്നലെയും മണിയൻപിള്ള രാജു പറഞ്ഞ സമയത്ത് സ്റ്റേഷനിൽ ഹാജരാകാൻ അനുവദിച്ചു. പരിശോധനയ്ക്ക് രക്തസാമ്പിൾ കെമിക്കൽ ലാബിലേക്ക് അയച്ചത് അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണെന്നും ഉൾപ്പെടെയുള്ള പരാതികൾ, ആക്ഷേപങ്ങളാണ് നിൽക്കുന്നത്. സാരംഗ്, എന്തൊക്കെ കാര്യങ്ങളാണ് DCPയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുന്നത്, അന്വേഷിക്കുന്നത്? പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമാണ് DCPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ കാര്യമായും പരിശോധിക്കുക. കാരണം ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് അറസ്റ്റിലേക്കും വണ്ടി കണ്ടെത്തുകയും ഒപ്പം CCTV ദൃശ്യങ്ങളടക്കം വീണ്ടെടുക്കുന്നു. അതിനുശേഷമാണ് ഈ രക്തസാമ്പിൾ അതായത് ശേഖരിക്കുന്നതിലടക്കം പോലീസ് കടക്കുന്നത്. ആ ഒരു കാലതാമസം എന്തുകൊണ്ടുണ്ടായി എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തത വരേണ്ടത്. കാരണം ഒരു ഉന്നതനാണ്, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഈ 2 തവണ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോലീസ് പോയി എന്ന് പറയുന്നു. പക്ഷെ ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താൻ, അതായത് ഒരു വാഹനാപകടമായുള്ള ഒരു കേസ് കൊണ്ട് മാത്രമാണ് അത്തരത്തിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയ മണിയൻപിള്ളയിലെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കാതിരുന്നതാണ് പോലീസിന്റെ ഒരു വിശദീകരണം. പക്ഷേ അതിൽ കൃത്യമായ ഒരു കാലതാമസം നൽകിയത് രക്തപരിശോധനയടക്കം ആ ഫലത്തിലടക്കം നിർണായകമായ മാറ്റം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് രക്തപരിശോധന നടത്തുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ദൃശ്യങ്ങൾ അതായത് കണ്ടെത്താനും ഒപ്പം ഈ വാഹനം കണ്ടെത്താനും അറസ്റ്റിലേക്ക് കടക്കാനും ഉണ്ടായ കാലതാമസം എന്തുകൊണ്ട് എന്നത് കൃത്യമായ ഒരു അന്വേഷണമായിരിക്കും DCP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ കാര്യമായി വരിക. ഈ ഒരു മണിക്കൂർ, അതായത് ഈ അപകടമുണ്ടായി അടുത്ത ദിവസമാണ് അറസ്റ്റിലേക്ക് പോകുന്നത്. അദ്ദേഹം ബന്ധുവീട്ടിലേക്ക് പോയി എന്ന് പറയുന്നു. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയോ അല്ലെങ്കിൽ കൃത്യവിലോപം ഉണ്ടായോ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് ഈ DCPയുടെ നേതൃത്വത്തിൽ അന്വേഷണം കടക്കുക. ടോം, എന്തായാലും SHO വിശദീകരിക്കുന്നത് അത്തരമൊരു വീഴ്ചകൾ ഉണ്ടായിട്ടില്ല, ചില സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ, പ്രശ്നം മാത്രമാണ് ഇവിടെ ഉണ്ടായതെന്ന്. ഈ വിശദീകരണം തൃപ്തി ഇല്ലെങ്കിൽ നടപടി ഉണ്ടാകുമോ? കാരണം നമുക്കറിയാം, ഒരു ഉന്നതനാണ്, സെലിബ്രിറ്റിയാണ് മണിയൻപിള്ള രാജു, വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. പല കേസുകളിൽ നിന്നും, അതായത് ഗുരുതരമായിട്ടുള്ള പല ലൈംഗികാരോപണ കേസ് വന്നപ്പോൾ പോലും അവിടെ എന്താണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നൊക്കെ നമ്മൾ വിശദമായി കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ വിഷയത്തെ കാണുന്നത്, ജില്ലാ പോലീസ് മേധാവി ഈ വിഷയത്തെ കാണുന്നത്? വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമോ?
ടോം, തീർച്ചയായും. കാരണം പോലീസിന്റെ എതിരെ ഒരു ആരോപണം ഉയർന്ന സമയത്ത് തന്നെ കൃത്യമായി ആഭ്യന്തര അന്വേഷണം ഉത്തരവിട്ടു. അതായത് അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നതു എന്ന് തന്നെ വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയരുമ്പോൾ ഒരു പോലീസ് വകുപ്പ് തല അന്വേഷണം വളരെ വൈകി മാത്രം ആരംഭിക്കുന്നു, അല്ലെങ്കിൽ കേസിന്റെ മുന്നോട്ടുള്ള ഗതിയെ മാറ്റുന്ന രീതിയിലേക്കായിരിക്കും പിന്നീട് ഈ ഒരു അന്വേഷണം വരാറ്. പക്ഷെ അതിനു പകരം അറസ്റ്റിലേക്ക് കടന്ന ഉടൻ തന്നെ, ആരോപണം ഉയർന്ന ഉടൻ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വകുപ്പ് തലത്തിൽ ഒരു അനാസ്ഥ ഉണ്ടായി, അതിനൊരു ആരോപണം ഉയരാനുള്ള ഒരു സാഹചര്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ പോലീസ് പെട്ടെന്ന് തന്നെ അതിൽ ഇടപെടുന്നു. അതിലൊരു വകുപ്പ് തല അന്വേഷണത്തിന് ഡിസിപി അടക്കം ചുമതലപ്പെടുത്തുന്നു എന്നത് ഈ കാര്യഗൌരവത്തോടു കൂടി പോലീസ് ഈ കാര്യത്തിനെ സമീപിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റിയാണ്. മാത്രമല്ല വാഹനം നിർത്താതെ പോയ ഭാഗ്യവശാൽ അപകടം നടന്ന് പരിക്കുകളോട് മാത്രം യുവാക്കൾ രക്ഷപ്പെട്ടു എന്നത് ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് പറയാം. പക്ഷെ കൂടുതൽ പരിക്കുകളോ കാര്യങ്ങളോ വലിയ രീതിയിലുള്ള ഗുരുതരമായ പരിക്കുകളോ മറ്റും ഉണ്ടായില്ല. പക്ഷെ വാഹനം നിർത്താതെ പോയത് അത് കുറ്റകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഇത്രയും വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി ഇങ്ങനെ വാഹനം നിർത്താതെ പോകുന്നു, ആ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വരുന്നു, അതൊരു കുറ്റകരമായ കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ അതിൽ ഈ ഒരു പ്രതി അല്ലെങ്കിൽ മണിയമ്പിള്ള രാജുവിനെ രക്ഷപ്പെടാനുള്ള ഒരു സൗകര്യം ഒരുക്കി നൽകിയോ, അതായത് ഈ കേസിന്റെ ഗതി എങ്ങോട്ടായിരിക്കാം, അത് എന്തൊക്കെ ഘടകങ്ങൾ മണിയമ്പിള്ള രാജുവിന് എതിരായി വരാമെന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി നൽകുകയാണോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസിന് വ്യക്തത വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ രക്തപരിശോധനാ ഫലത്തിലടക്കം ആ കൃത്യമായ സമയത്ത് രക്തപരിശോധന നടത്തിയിരുന്നെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വ്യക്തത വരുമായിരുന്നു. പക്ഷേ മനഃപൂർവ്വം അത് വൈകിക്കുന്നതോടെ ഈ ഒരു ഫലവും വൈകും, അത്തരത്തിലുള്ള ഈ ഒരു കേസിന്റെ നടപടിക്രമങ്ങളടക്കം വൈകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ കേസിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു അപകടം നടക്കുന്നു, അത് മറ്റുള്ളവരെ വിളിച്ച് അറിയിക്കുന്നു എന്ന് പറയുന്നു, ഭാഗ്യവശാൽ കൂടുതൽ ഗുരുതരമായ കാര്യങ്ങൾ പരിക്കുകൾ പറ്റാതിരിക്കുന്നു. പക്ഷേ ഈ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നത് തുടക്കത്തിൽ, അതായത് പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു അപകടമാണ്, വാഹനാപകടമാണ്. അത്തരത്തിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയ പ്രതിയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അടുത്ത ദിവസം മാത്രം അറസ്റ്റിലേക്ക് കടന്നതും പിന്നീട് വൈദ്യപരിശോധന നടത്തിയെന്നാണ് പോലീസിന്റെ ഭാഷ്യം. പക്ഷേ അത് ശരിയാണ് എന്ന് ഉറപ്പാക്കണമെങ്കിൽ അത് വകുപ്പ് തല അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഒപ്പം തന്നെ ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി ഇവിടെ പോലീസ് പറയുന്നത് മണിയമ്പിള്ള രാജുവിന്റെ വീട്ടിലെത്തിയിരുന്നു, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നാണ്. ആ പോലീസിന്റെ ആ വാദം പൂർണ്ണമായി അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നുണ്ടോ? ആ വാദത്തെ ഇപ്പോൾ മുഴുവനായും ഇപ്പോൾ വകുപ്പ് തല അന്വേഷണത്തിൽ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2 തവണ വീട്ടിലെത്തി എന്ന് പറയുന്നു, പക്ഷേ പ്രതി എങ്ങോട്ട് അല്ലെങ്കിൽ മണിയമ്പിള്ള രാജു എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല, ആ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല. അതായത് കൃത്യമായി അവിടെ നിന്നും മണിയമ്പിള്ള രാജു മാറിയതിനു ശേഷമാണോ ഒരു രീതിയിൽ, അതായത് അവിടെ പരിശോധന നടത്തി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം 2 തവണ അവിടെ പോയതാണോ എന്നടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടത്. കാരണം മണിയമ്പിള്ള രാജു തന്നെ പിന്നീട് വ്യക്തമാക്കിയിരുന്നു താൻ ബന്ധുവീട്ടിലേക്ക് മാറിയിരുന്നു. പക്ഷേ എന്തുകൊണ്ട് പോലീസ് ആ ഭാഗങ്ങളിലേക്ക് പരിശോധന നടത്തിയില്ല? വാഹനം കണ്ടെത്തുന്നതിലടക്കം, വാഹനമടക്കം കണ്ടെത്തുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല CCTV ദൃശ്യങ്ങളടക്കം കണ്ടെത്തുന്നതിലും കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിലൊന്നും ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ മണിയമ്പിള്ള രാജുവിനെ കേസിന്റെ കൂടുതൽ നൂലാമാലകളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയമത്തിന്റെ മുൻപിലേക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ കൃത്യമായി രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി നൽകിയോ എന്ന ചോദ്യം നിലനിൽക്കുന്നു. കാരണം ഈ ഒരു കാലതാമസം വാഹനം കണ്ടെത്താനും ഒപ്പം 2 തവണ വീട്ടിൽ പോയി എന്ന് പറയുന്നു. പക്ഷേ മണിയമ്പിള്ള രാജു ഉണ്ടായിരുന്നത് ബന്ധുവിന്റെ വീട്ടിലാണ്. അത് എന്തുകൊണ്ട്? കാരണം കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ട ഒരു സമയത്ത് അത് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം പോലീസിന്റെ ഭാഗത്തു നിന്നും പൊതുമധ്യത്തിലും കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. അതിലൊരു വ്യക്തത വരണമെങ്കിൽ ഈ ഒരു വകുപ്പ് തല അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അത് കൃത്യമായി പോലീസിന്റെ കയ്യിൽ എത്തിയാൽ മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. എന്തു തന്നെയായാലും കേസിൽ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വകുപ്പ് തല അന്വേഷണത്തിലേക്ക് കടന്നത്. അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി SHOയുടെ വിശദീകരണം അംഗീകരിച്ചുകൊണ്ട് പോലീസുമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകിയേനെ. പക്ഷെ അങ്ങനെയല്ല, DCP ഇത്തരത്തിൽ നിയമിക്കുന്നു അല്ലെങ്കിൽ ഇതിന് ചുമതലപ്പെടുത്തുന്നു. ഒപ്പം തന്നെ സ്പെഷ്യൽ ഗാർഡിന്റെ അടക്കം ഇത്തരത്തിലുള്ള സഹായം അതിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ പോലീസിന്റെ ഭാഗത്തു തന്നെ ഈ ഒരു അന്വേഷണത്തിലുള്ള ഒരു അനാസ്ഥ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വന്നാൽ മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ടോം, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ സെലിബ്രിറ്റികളെയും ഇതുപോലുള്ള ഉന്നതരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ പോലീസിന്റെ മുട്ടിടിക്കുന്നു എന്നാണ് പല കേസുകൾ പരിശോധിച്ചാലും മനസ്സിലാക്കുന്നത്. അത് ലൈംഗികാരോപണ കേസുകൾ, നമ്മുടെ ചലച്ചിത്ര താരങ്ങൾ പ്രതികളായിട്ടുള്ള ലൈംഗികാരോപണ കേസുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് കേരളം കണ്ടതാണ്. കാരണം ഒരു പ്രതി പോലും പിടിക്കപ്പെട്ടില്ല, ശിക്ഷിക്കപ്പെട്ടില്ല. ഒടുവിൽ
പരാതിക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. സമാനമായ രീതിയിൽ തന്നെ മണിയൻപിള്ള രാജുവിൻ്റെ വാഹനാപകട കേസിലും പോലീസ് അയാളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് ആരോപണം. കാരണം കൃത്യമായും മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വാഹനം അവിടെ നിന്ന് കടന്നു കളഞ്ഞത്, വാഹനം നിർത്താതെ പോയത്. പക്ഷേ എത്ര മണിക്കൂറുള്ള ഏകദേശം 10-24 മണിക്കൂറോളം ആൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം പോലും ഒരുക്കുന്നു. ഏകദേശം ഒരു 12 മണിക്കൂറിന് ശേഷം മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണത്തിലേക്ക്, പരിശോധനയിലേക്ക് പോലീസ് നീങ്ങിയത് പോലും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.